പി.കെ. ഫിറോസിനെതിരെ പറഞ്ഞ കാര്യങ്ങൾ അദ്ദേഹം നിഷേധിച്ചിട്ടില്ലെന്നും താൻ ഉയർത്തിയ ഒരു ആരോപണവും തള്ളിപ്പറഞ്ഞില്ലെന്നും കെ.ടി. ജലീൽ എം.എൽ.എ. 5.25 ലക്ഷം രൂപ മാസശമ്പളം ലഭിക്കാൻ പി.കെ. ഫിറോസ് കമ്പനിക്ക് വേണ്ടി ചെയ്യുന്ന ജോലി എന്താണെന്നും ജലീൽ ചോദിച്ചു. 2006 കേരള നിയമസഭയിലേക്ക് ഞാൻ മത്സരിക്കുന്ന സമയത്ത് എയ്ഡഡ് കോളേജിൽ, തിരൂരങ്ങാടി PSMO കോളേജിൽ ചരിത്ര വിഭാഗത്തിൽ സീനിയർ ലെക്ചററായിട്ട് പ്രവർത്തിക്കുകയായിരുന്നു ഞാൻ. അന്നാണ് യൂത്ത് ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി എന്നുള്ള നിലയിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ അന്നത്തെ മുസ്ലിം ലീഗിന്റെ നേതൃത്വവുമായിട്ടുണ്ടാവുകയും ഗുജറാത്ത് ഫണ്ട്, സുനാമി ഫണ്ട് പോലുള്ള കാര്യങ്ങളിൽ വ്യക്തത വേണമെന്ന് ഞാൻ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന കമ്മിറ്റിയിൽ ആവശ്യപ്പെടുകയും ചെയ്തതിന്റെ പേരിൽ പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ടത്. അതേ തുടർന്നാണ് ഞാൻ കുറ്റിപ്പുറത്ത് നിന്ന് നിയമസഭയിലേക്ക് മത്സരിച്ചതും ലീഗിന്റെ പൊന്നാപുരം കോട്ടയിൽ നിന്ന് നിയമസഭയിൽ എത്തിയത്. എന്നോടല്ല ഈ ജോലിയുടെ കാര്യം അദ്ദേഹം പറയേണ്ടത്. അദ്ദേഹത്തിനൊരു പ്രൊഫഷൻ ഉണ്ടല്ലോ. 2021 അദ്ദേഹം നിയമസഭയിലേക്ക് മത്സരിക്കുമ്പോൾ പ്രൊഫഷൻ എന്നെഴുതിയ കോളത്തിൽ എന്താ എഴുതിയിട്ടുള്ളത്? ബിസിനസ്മാൻ എന്നല്ല, ലോയർ, അഡ്വക്കേറ്റ് എന്നുള്ള പ്രൊഫഷൻ തെരഞ്ഞെടുപ്പ് നോമിനേഷൻ പേപ്പറിൽ എഴുതി. എന്നിട്ട് അദ്ദേഹം ബിസിനസ് ചെയ്തു. ഇത് ശരിക്ക് ബാർ കൗൺസിലിന്റെ നിയമത്തിന് പോലും വിരുദ്ധമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പരാതി കൊടുത്താൽ ബാർ കൗൺസിൽ ഇദ്ദേഹത്തോട് വിശദീകരണം ചോദിക്കാനാണ് സാധ്യത. ഇനി ഇത്രയൊക്കെ ബിസിനസ്മാൻ ആയിട്ടുള്ള ആൾക്ക് നഷ്ടത്തിന്റെ കണക്കേ പറയാനുള്ളൂ. 2021 താനൂരിൽ നാമനിർദ്ദേശ പത്രിക കൊടുക്കുമ്പോൾ തനിക്ക് ഏതാണ്ട് 47 ലക്ഷം രൂപയുടെ സാമ്പത്തിക ബാധ്യതയുണ്ട് എന്നാണ് പറഞ്ഞത്. 47 ലക്ഷം രൂപയുടെ സാമ്പത്തിക ബാധ്യതയുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതല്ല, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ, 2021 തെരഞ്ഞെടുപ്പിൽ അന്ന് അദ്ദേഹം കൊടുത്തിട്ടുള്ള ഇൻകം സ്റ്റാറ്റസ് സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. ആ ഇൻകം സ്റ്റാറ്റസ് സ്റ്റേറ്റ്മെന്റിൽ അദ്ദേഹം പറയുന്നത് 2021 വർഷത്തിൽ അദ്ദേഹത്തിന് ആകെ വരുമാനം 3,98,324 രൂപ എന്നാണ്. 3,98,324 രൂപ. ഇത് അദ്ദേഹം ഇൻകം സ്റ്റാറ്റസിൽ 2020-21 കൊടുത്തതാണ്. എന്നാൽ 19/12/2020 വരെ അദ്ദേഹം UAE-ൽ ജോബ് വിസ ഹോൾഡർ ആയിരുന്നു. 22,000 UAE ദിർഹം ശമ്പളത്തിൽ 2020 12-ാം മാസം വരെ അദ്ദേഹം ജോലി ചെയ്തിട്ടുണ്ട്. രേഖയനുസരിച്ച് വെറും 3 മാസത്തിനുള്ളിൽ, ജനുവരി, ഫെബ്രുവരി, മാർച്ച് ഏപ്രിൽ മാസത്തിലാണല്ലോ 3-ാം മാസം അല്ലെങ്കിൽ 4-ാം മാസം നോമിനേഷൻ കൊടുക്കുന്നത്. ആ നോമിനേഷൻ കൊടുക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് 2020-21 സാമ്പത്തിക വർഷം ഉള്ള ഇൻകം എന്ന് പറയുന്നത്, വരുമാനം എന്ന് പറയുന്നത് 3,98,324. ഇതൊന്നും അങ്ങ് ഒത്തുപോകുന്നില്ലല്ലോ. എന്താണിത്? എവിടെ നിന്നാണ് ഈ പണം? കൊപ്പത്തെ എമ്മിയുടെ ഔട്ട്ലെറ്റ് അദ്ദേഹത്തിൻ്റെതാണ് എന്ന് അദ്ദേഹം സമ്മതിച്ചു. അദ്ദേഹത്തിൻ്റെതാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ പേരിലാക്കിക്കൂടെ? എന്താ അദ്ദേഹത്തിൻ്റെ പേരിലാക്കാൻ അദ്ദേഹത്തിന് ഇത്ര മടി? എല്ലാം ബിനാമികളുടെ പേരിലാവണോ? കോഴിക്കോട്ട് ഹൈലൈറ്റ് മാളിലെ എമ്മിയുടെ മറ്റൊരു ഷോപ്പ്, ഒരു എമ്മിയുടെ ഷോപ്പ് തുടങ്ങാൻ എത്ര ലക്ഷം രൂപ വേണമെന്നാണ് നിങ്ങൾ കരുതുന്നത്? ഏറ്റവും ചുരുങ്ങിയത് 35 ലക്ഷം രൂപയാണ്. അവർ പല സ്ഥലത്തും പല ആളുകളിൽ നിന്നും എമ്മി വാങ്ങിയിട്ടുള്ളത് 35-40 ലക്ഷം രൂപ. എന്നിട്ട് അവർ തന്നെ വന്ന് അതിൻ്റെ എല്ലാ ഫർണിഷിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്യും. 2 ഷോപ്പ് തുടങ്ങണമെങ്കിൽ എത്ര ലക്ഷം രൂപയായി? 70 ലക്ഷം രൂപ ഏറ്റവും ചുരുങ്ങിയത് വേണ്ടേ? ഇനി വേറെ വരുന്നുണ്ട്. അതിൻ്റെ രേഖകൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എമ്മി എന്ന് പറയുന്ന ഈ പ്രസ്ഥാനം തന്നെ
ഇദ്ദേഹത്തിൻ്റെ പാർട്ട്ണർഷിപ്പിൽ പ്രവർത്തിക്കുന്നതാണ് എന്നുള്ള ഒരു വിവരം കിട്ടിയിട്ടുണ്ട്. അത് നിങ്ങളോടിപ്പോൾ വ്യക്തമാക്കാൻ കഴിയാത്തത് അതിനുള്ള രേഖകൾ പൂർണ്ണമായിട്ടും നമ്മളുടെ കയ്യിൽ കിട്ടാത്തത് കൊണ്ടാണ്. ഏതായാലും 2 ഷോപ്പ് അദ്ദേഹത്തിൻ്റെതാണ് എന്ന് വന്നല്ലോ. ഞാൻ പറഞ്ഞ ഏത് കാര്യമാണ് അദ്ദേഹം നിഷേധിച്ചത്? ഇതിനൊക്കെയുള്ള പണം എവിടെ നിന്നാണ്? ഇതിനൊക്കെയുള്ള പണം മുസ്ലിം യൂത്ത് ലീഗിൻ്റെ കഴിഞ്ഞ 10 വർഷക്കാലത്തെ ജനറൽ സെക്രട്ടറി എന്നുള്ള നിലയിൽ സംഘടന പല ഘട്ടങ്ങളിൽ പിരിച്ച ഭീമമായിട്ടുള്ള തുക, അത് ഇവരെല്ലാവരും കൂടി എന്ന് ഞാൻ പറയുന്നില്ല, ഫിറോസിന്റെ കൗശല ബുദ്ധി കൊണ്ട് അതിൽ നിന്ന് വലിയ മുക്കൽ അദ്ദേഹം നടത്തിയിട്ടുണ്ട്. അതിലൊന്നായിരുന്നു കത്തുവ ഉന്നവ ഫണ്ട്. കത്തുവ ഉന്നവ ഫണ്ടിന് വെള്ളിയാഴ്ച പള്ളികളിൽ നിന്ന് വരെ പിരിവ് നടത്തിയിരുന്നു. കോടികൾ സമാഹരിച്ച് കിട്ടിയിരിക്കണം. എല്ലാവരും ബാങ്ക് മുഖേനയല്ല അന്ന് പണം അയച്ചത്. സംഘടിപ്പിക്കുകയും അത് പിന്നീട് സംസ്ഥാന കമ്മിറ്റിക്ക് ജില്ലാതലങ്ങളിൽ വെച്ച് കൈമാറുകയുമാണ് ഉണ്ടായത്. എന്നിട്ട് അവർ പറഞ്ഞത് 16 ലക്ഷം രൂപ കിട്ടിയെന്നാണ്. കത്തുവ ഉന്നോവ ഫണ്ട് ദുർവിനിയോഗം ചെയ്തതുമായി ബന്ധപ്പെട്ട്, അതിൽ വലിയ ക്രമക്കേട് നടന്നതുമായി ബന്ധപ്പെട്ട് കുന്നമംഗലം കോടതിയിൽ ഒരു കേസ് കൊടുത്തു. ആ കേസിന്റെ അടിസ്ഥാനത്തിൽ കുന്നമംഗലം കോടതി അത് അന്വേഷിക്കാൻ വേണ്ടി ഉത്തരവിട്ടു. ആ ഉത്തരവ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി കുറച്ച് ദിവസത്തേക്ക് സ്റ്റേ ചെയ്തു. ആ സ്റ്റേ ഇപ്പോഴും വെക്കേറ്റ് ചെയ്തിട്ടില്ല. വെക്കേറ്റ് ചെയ്യാനുള്ള ശ്രമത്തിലാണ് പരാതിക്കാരൻ. ധോത്തി ചാലഞ്ചിന്റെ കാര്യം, 2,72,000 തുണികളാണ് രാംരാജ് 72,000 ധോത്തികൾ. ഇവർ പറഞ്ഞിരുന്നത് 725 രൂപ റീറ്റെയിൽ വിലയുണ്ട് എന്ന സ്റ്റിക്കർ ഇതും ഒട്ടിച്ചിട്ടാണ് ഇത് കൊടുക്കുന്നത്. ഈ തുണി, ആ തുണിക്ക് യഥാർത്ഥത്തിൽ 200 രൂപ പോലും വിലയുണ്ടായിരുന്നില്ല. അത് അവർക്ക് സമ്മതിക്കാം. കാരണം 200 രൂപ. എന്തുകൊണ്ടെന്നാൽ ഞങ്ങൾ ഇതുകൊണ്ട് ഉദ്ദേശിച്ചത്, ഈ ചാലഞ്ചിലൂടെ ഉദ്ദേശിച്ചത് പണം സംഘടിപ്പിക്കുക എന്നുള്ളതാണ്. പണം സ്വരൂപിക്കുക, ഞങ്ങളുടെ പ്രവർത്തനത്തിന് മറ്റു കാര്യങ്ങൾക്ക് ഒക്കെ തന്നെ പണം സ്വരൂപിക്കുക എന്നുള്ളതാണ് ഞങ്ങൾ ലക്ഷ്യമിട്ടിരുന്നത് എന്ന് അവർക്ക് പറയാം. അല്ലെങ്കിൽ ജലീൽ പറഞ്ഞത് തെറ്റാണ്. ഞങ്ങൾ രാംരാജിൽ നിന്ന് 2,72,000 ധോത്തി വാങ്ങിയപ്പോൾ അതിന് അവർ തന്ന ബില്ലിതാ എന്ന് പറഞ്ഞ് കാണിക്കണ്ടേ? ഞാൻ പറയുന്നത് തെറ്റാണെന്ന് സമർത്ഥിക്കാൻ രാംരാജ് ഇവർക്ക് കൊടുത്ത ബില്ല് കാണിക്കണം. 725 രൂപ എന്ന സ്റ്റിക്കർ 200 രൂപ പോലും വിലയില്ലാത്ത തുണിയിൽ ഒട്ടിച്ച് ആളുകൾക്ക് കൊടുക്കുകയല്ല വേണ്ടത്. മുഴുവൻ സമയവും മുസ്ലിം യൂത്ത് ലീഗ് ജനറൽ സെക്രട്ടറിയായി ഇവിടെ പ്രവർത്തിക്കുമ്പോൾ ദുബായിൽ ഫോർച്യൂൺ കമ്പനിയിൽ സെയിൽസ് മാനേജറായി പ്രവർത്തിക്കുകയാണ് ഫിറോസ്. 22,000 UAE ദിർഹം ഓരോ മാസവും ശമ്പളമുണ്ട്. ഇന്ത്യൻ രൂപയിൽ പ്രതിമാസം 5,4 ലക്ഷം രൂപ. 5,4 ലക്ഷം രൂപ ശമ്പളം ലഭിക്കാൻ എന്ത് പ്രവൃത്തിയാണ് ഫിറോസ് ഇവിടെ എടുക്കുന്നത്? എന്ത് കയറ്റുമതിയാണ് ചെയ്തതെന്ന് പറയാൻ അദ്ദേഹം ബാധ്യസ്ഥനാണ്. UAE റെസിഡൻസി വിസ 2018 മുതലുണ്ട്. 2020 വരെ വിസയുണ്ടായിരുന്നു. 2021 മാർച്ചിലാണ് നിയമസഭാ തിരഞ്ഞെടുപ്പ് വരുന്നത്. നോമിനേഷൻ കൊടുക്കുന്ന സമയത്ത് UAE വിസ തടസ്സമാകുമോ എന്ന് ഭയന്ന് വിസ കുറച്ചു നാളത്തേക്ക് വേണ്ടെന്ന് വെച്ചു. ദുബായിലെ ഓഫീസിന്റെ ലൊക്കേഷൻ അദ്ദേഹം പുറത്തുവിടണം. ദുബായിൽ ഇങ്ങനെയൊരു കമ്പനിയുടെ ബോർഡ് അന്വേഷിച്ച ആർക്കും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഭക്ഷണവസ്തുക്കളുടെ വിൽപ്പനയാണ് കമ്പനി നടത്തുന്നത് എന്നാണ് പറയുന്നതെന്നും ജലീൽ പറഞ്ഞു. അദ്ദേഹം കമ്പനിയുടെ UAEയിലെ ബിസിനസ് സംബന്ധമായ രേഖകളും പുറത്തുവിടണം. ആകെ ഈ കമ്പനിയിൽ 3 ജീവനക്കാരെയുള്ളൂ. ഒരുപാട് രാജ്യങ്ങളിലെ തൊഴിൽ വിസയുള്ള, ഒരുപാട് രാജ്യങ്ങളിൽ ബിസിനസ് നടത്താൻ കഴിവുള്ള, അതേസമയം യൂത്ത് ലീഗിൽ കേരളത്തിലെ രാഷ്ട്രീയ പ്രവർത്തനവും നടത്താൻ കഴിയുന്ന മായാവിയാണ് ഇദ്ദേഹം. പൊളിറ്റിക്കൽ കുമ്പിടിയല്ല. കേരള രാഷ്ട്രീയത്തിലെ മായാവിയാണ് PK ഫിറോസ് എന്ന് ജലീൽ പറഞ്ഞു. നോമിനേഷനിൽ പ്രൊഫഷൻ എന്ന കോളത്തിൽ ഫിറോസ് എഴുതിയിരിക്കുന്നത് അഡ്വക്കേറ്റ് എന്നാണ്, ബിസിനസ് എന്നല്ല. ബാർ കൗൺസിൽ നിയമത്തിന് പോലും എതിരെ. ഇത്രയും വലിയ ബിസിനസ്മാനായ ആൾക്ക് നഷ്ടത്തിന്റെ കണക്കേ പറയാനുള്ളൂ. 2021 താനൂരിൽ മത്സരിക്കുമ്പോൾ 47 ലക്ഷം രൂപയുടെ ബാധ്യത തനിക്കുണ്ടെന്നാണ് വ്യക്തമാക്കിയിരുന്നത്. അദ്ദേഹത്തിന്റെ വാർഷിക വരുമാനമായി പറഞ്ഞിരുന്നത് 3,20,000 രൂപയാണ്. ലോകത്തിലെ ഏത് ഏജൻസിയെ കൊണ്ട് വേണമെങ്കിലും അന്വേഷിപ്പിക്കാം. ഫിറോസ് CBIക്ക് പരാതി നൽകണം. സാമ്പത്തിക തട്ടിപ്പ് മുസ്ലിം ലീഗിൽ പുറത്താക്കലിന് ഒരു മാനദണ്ഡമേയല്ല. ഫിറോസും TP ഹാരിസും തമ്മിൽ അടുത്ത ബന്ധവുമുണ്ട്.
TP ഹാരിസ് തവനൂർ സെൻട്രൽ ജയിലിലാണ്. ഇതുവരെ തനിക്കെതിരെ ഒരു ആക്ഷേപവും ആരും ഉന്നയിച്ചിട്ടില്ല. ചത്ത കുട്ടിയുടെ ജാതകം നോക്കിയാണ് സിറിയക് ജോസഫ് തന്നെ കുറ്റക്കാരനായി പ്രഖ്യാപിച്ചത്. പണം വാങ്ങിയാണ് വിധി പുറപ്പെടുവിച്ചതെന്നും ജലീൽ പറഞ്ഞു. വിസ്മയ ന്യൂസ്, തിരുവനന്തപുരം.